ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. ഇന്ന് വീണ്ടും ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് ബോറടിച്ചോന്ന് അറിയില്ല, പക്ഷേ എൻ്റെ വീഡിയോയിലുണ്ടല്ലോ അധികം ആൾക്കാർ നോക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ഇട്ടാ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇഷ്ടപ്പെടുന്നത് തന്നെ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എണിച്ചിട്ടുണ്ടല്ലോ മുറ്റത്ത് കീമത ഏകാഴ്ചയായിട്ടാ ഇന്നലെ കൊണ്ടെന്ന് ശരി ഉമ്മ 3 നട്ടിട്ടുണ്ട്. ഇതിന് മണ്ണ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇട്ടാ. സോ രാവിലെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ ഈ ഫ്ലവേഴ്സിൻ്റെ ചെടി കാണുമ്പോൾ എന്ത് രസമല്ല. അപ്പോൾ തോന്നുന്നുണ്ടായി ഫുൾ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം നല്ല തോന്നുന്നുണ്ടായിന് കേട്ടോ. ഇൻഷാ അല്ലാ. പിന്നെ ഇതാ നടാത്ത ചെടി എത്ര ഉണ്ടെന്നറിയാം. അമ്പൽപ്പൂ എൻ്റെ അല്ലാ, കാണാൻ ഭയങ്കര രസം തന്നെ. ഇന്ന് എണിച്ച് പിന്നെ എല്ലാം ഫ്ലവേഴ്സിന് മൂട് നോക്കുന്ന പണി തന്നെ കേട്ടാ. അങ്ങനെ എന്തെങ്കിലും ആമ്പൽപ്പൂ ഒന്നെങ്കിലും പറിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നില്ല എത്തിട്ടാ. ഹലോണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മുങ്ങുന്ന ആ ടെൻഷനുണ്ട്. എന്ന് വെച്ചെങ്കിൽ എവിടെ വെള്ളം അധികം ഉണ്ടോയെന്നും അറിയില്ല. കാല് വെക്കുമ്പോഴേ അറിയില്ല നല്ല താഴെ പോകുമെന്ന് പറഞ്ഞിട്ട് അതിനെ പേടിച്ച് നമ്മൾ ഇങ്ങോട്ട് വെത്തിയില്ല കേട്ടോ. കണ്ടത്തിൻ്റെ സൈഡ് നമ്മൾ അങ്ങനെ വെത്തിയില്ല. റോട്ടമേ നിന്നിട്ടാകുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടാവും കാണാൻ. സോ ഒരാഗ്രഹം ഈ അമ്പൽപ്പൂ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് എടുത്ത് പിന്നെ കാണാൻ എന്ത് രസം എന്നറിയോ. ഇവിടെ കുറേ പിള്ളമാർ വരുത്തിട്ട് അതിനേട്ടാ. പിന്നെ ഒന്നാമത് എന്താ വെച്ചെങ്കിൽ ഈ ഓണത്തിൻ്റെ അന്ന് ഇത് കുറേ ഇടുന്ന് ഡിമാൻഡായിട്ട് പോയ സാധനം കേട്ടോ. പിന്നെ ഇതാ ഇല വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ അവക്കാടിൻ്റെ മരം ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്തായെന്നറിയില്ല, അതാ പെട്ടെന്നുണ്ടല്ലോ ഒരു 50 എന്തോ പിടിച്ചിട്ടുണ്ടായിന്. പെട്ടെന്നുണ്ടതാ ഈ കോലത്തിലെത്തിയിട്ട് എല്ലാം പോയിട്ട് നശിച്ച് പോയി ഗൈസ്. അങ്ങനെ എന്ത് കൊണ്ടെന്നറിയില്ല. സോ നമ്മൾ ഓരോരോ ചെടി ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ ഉണങ്ങിയിട്ട് പോകുന്നുണ്ട്. എന്ത് കൊണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. മുമ്പിന് എന്തെന്നറിയില്ല, പയച്ചോന്നറിയില്ല, എന്നെ നോക്കിയിട്ട് മേമെന്നറിയില്ല, മാന്താനോന്നറിയില്ല. ഇച്ചക്ക് രാവിലെ താഴെ വന്നത് കൊണ്ട് ഉമ്മ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഓനുണ്ടല്ലോ ഇപ്പോൾ റിമോട്ടിൽ ഫുള്ളും ഓൻ്റെ കളി തന്നെ. എന്താ പറയുക, ഷോർട്സ് നോക്കലും എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം വെച്ചിട്ട് നോക്കാൻ ഓന് പഠിച്ചിട്ടാ. നമ്മളെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇതാ ഫ്രഷല്ലായിട്ട് വന്ന് ഇന്ന് രാവിലെ എന്തെന്നറിയില്ല, എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബ്രൈറ്റായി കാണിക്കുക. എന്ത് സംഭവം എന്നറിയില്ല. പിന്നെ ഇതാ കിച്ചണിൽ പോകുമ്പോൾ എൻ്റെ കോഴി പൊരിച്ചത് രാവിലെ കോഴി പൊരിച്ചത് ചൂടുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു ഇനി ഉച്ചയ്ക്ക് ബിരിയാണി എന്തിനായിരിക്കും ഉമ്മ ഇതാക്കുന്നില്ലത്, കോഴി പൊരിക്കുന്നില്ലത്, ഇങ്ങനെ ചിന്തിച്ചു നോക്കി. പിന്നെ മനസ്സിലായി എന്തെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ട് ഉമ്മ തട്ടിക്കൂട്ടെൻ്റെ പണി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉമ്മ അങ്ങനെ തന്നെ കേട്ടോ. ഉമ്മ യൂട്യൂബിൽ കണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി കണ്ടെങ്കിൽ ഉമ്മ അതിനെ ആക്കി നോക്കും. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സോ നോക്കാം. അങ്ങനെ ഇതാ നമ്മൾ ക്ലീനിങ് പരിപാടിയിൽ ഇറങ്ങിയിട്ടില്ലത് കേട്ടോ. പിന്നെ അതിനിടയിൽ കുറേ വന്ന് അടങ്ങിയറാക്കി തട്ടാനും ഇരിക്കാനും തുള്ളാനും എന്തെല്ലോ ആക്കി പറഞ്ഞിട്ടോ. അവൻ്റെ ബാക്കിൽ കുറച്ച് നേരം സമയം അങ്ങനെ പോയി. ഫസ്റ്റ് ഉണ്ടല്ലോ ഞാൻ എങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു അറിയോ. ഫസ്റ്റ് തന്നെ അടിക്കണം, പിന്നെ തുണി എടുത്ത് വെക്കണം, പിന്നെ കിച്ചണിൽ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഇട്ടാൽ ഞാൻ സ്ഥിരം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ ഫുള്ള് മിക്സായിട്ട് ചെയ്യാമെന്ന് അറിയിച്ചില്ല. ഫസ്റ്റ് തുണി മടക്കിയേക്കും, പിന്നെ അടിക്കും, അങ്ങനെ. ഇപ്പം എന്തെന്നറിയില്ലേ, എയും ഇല്ല ബിയും ഇല്ല സിയും ഇല്ല പറഞ്ഞാൽ കാണിക്കത് CBA ഫുള്ള് മിക്സാക്കിയിട്ട് ആക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു സംഭവം ഇന്നാക്കിയത് സെയിം റുട്ടീനായിരിക്കും നാളെ അതേ കണിക്ക് ആക്കൽ. എന്തെന്നറിയില്ല, അതിന് ശീലമായി പോയതൊന്നും അറിയില്ല. അങ്ങനെ ഉമ്മാൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ മണം എന്ത് മണമെന്നറിയോ. ലാസ്റ്റ് ഉമ്മ പറഞ്ഞ് ഇതിന് പൂരി ചൂടാന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഈ ചിക്കൻ കറി കാണുമ്പോൾ എന്തെന്നറിയില്ലേ, കാണുമ്പോൾ ഇത് തിന്നുമ്പോൾ എന്ത് ടേസ്റ്റ് എന്നറിയോ. ഞാൻ ഏത് യൂട്യൂബിൽ കണ്ടിട്ടും ആക്കിയതെന്ന് അറിയിച്ച്. പക്ഷെ ആക്കിയിട്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ട്, അതും ഫ്രൈ ആക്കിയ ചിക്കൻ്റെ കറിയല്ല, അതിന് സോസിൽ വെച്ചിട്ട് നല്ല രസമുണ്ട്. പൂരിക്ക് കഴിക്കാൻ ഞാനുണ്ടല്ല ഫസ്റ്റ് 3 പൂരി എടുത്തിട്ട് പോയത്, ഞാൻ 5 പൂരി കഴിച്ചിന് കേട്ടോ. അങ്ങനെ എന്താ കഴിച്ചിട്ടില്ല. റൂമിലെത്തുമ്പോൾ റൂമിൻ്റെ കോല ഇങ്ങനെയുണ്ട്. ഇതല്ല ഗൈസ്, ഞാൻ ക്ലീൻ ആക്കിയിട്ട് ലാസ്റ്റ് നിങ്ങൾ നോക്കണം എൻ്റെ റൂമിൻ്റെ കോല എങ്ങനെ ആയി എന്ന് വെച്ച് ബേജാറാകുന്നുണ്ട്. അങ്ങനെ എന്താ പറയല്, ഓരോരോ പണിയെടുക്കുന്നില്ല ഇതിട്ടാ. റൂമിലെത്തുമ്പോഴത്തേക്കും ഒരു മടി വരും. കുറച്ച് നേരം ഇരിക്കും, ഫോൺ നോക്കും, പിന്നെ ഫോൺ കുത്തിയേക്കും, പിന്നെ അതാ വീണ്ടും പണി സ്റ്റാർട്ടാക്കും, പിന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് വെക്കും, ഇതിൻ്റെ ബാക്കിൽ നടക്കും. എന്താ പറയുക, ഇപ്പോൾ റൂമിൻ്റെ പണി എപ്പോഴും ഡിലേ കേട്ടോ. ഭയങ്കര പണി എനിക്ക് റൂമിലത്തെ പണിയെടുക്കാൻ. എന്തായിരുന്നു ഒരു ഐഡിയ ഇല്ല ഗൈസ്. അങ്ങനെ ഇതാ അടിച്ചിട്ടല്ല കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചെക്കൻ്റെ കളിക്കുന്നുണ്ടല്ലോ. താഴെ ഒരു ലോഡെങ്കിൽ സ്റ്റെപ്പിൻ്റെ അവിടെ പിന്നൊരു ലോഡ്, റൂമിൽ പിന്നെ ഒരു ലോഡ്, ചമ്മൂൻ്റെ റൂമിൽ എത്ര ആടാടോൻ്റെ കളിക്കുന്നത് കേട്ടാ. എൻ്റെ പൊന്ന് എനിക്ക് മടുത്ത്. പിന്നെ ഇതാ ഇത്
എത്ര വേസ്റ്റ് കണ്ട എൻ്റെ റൂമിൽ കിട്ടിയത്. സംഭവം ഒന്നുമില്ല. ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ഒരു മെറ്റീരിയൽ കട്ടാക്കിയിട്ടുണ്ടായിന്. ഞാൻ മുന്നേ ഷോപ്പിംഗ് ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ല. സോ അതിൽ മെറ്റീരിയൽ വാങ്ങിന അപ്പോൾ ഞാൻ വന്നന്ന് രാത്രി തന്നെ ഉണ്ടല്ലോ കട്ടെല്ലാം ആക്കി പിന്നെ കട്ടാക്കിയിട്ടുണ്ടായിട്ട് മെഷർമെൻറ്റിൽ എടുക്കാൻ എല്ലാം നോക്കിയിട്ട് വെച്ച് പിന്നെ എന്താ പറയുക കട്ടാക്കാനുള്ള പ്ലാൻ ഉള്ളത് കേട്ടാ. ഒന്നാമത് ടച്ച് പോയിട്ടുണ്ട്, സ്റ്റിച്ചിൻ്റെ മൊത്തം ടച്ച് പോയിട്ടുണ്ട്. ഞാൻ പണ്ടെല്ലാം എങ്ങനെയാണെന്ന് അറിയാം സ്റ്റിച്ച് ആക്കുന്നുണ്ടായത് ഈ മറ്റേ പറഞ്ഞ കണക്ക് കേൾക്കാത്ത തുണികളില്ലേ, ഈ മസ്ലിൻ തുണി അങ്ങനത്തേത്, പിന്നെ ഈ ഷിഫോൺ ആ ടൈപ്പുള്ള തുണിയിലേഞ്ഞ് സ്റ്റിച്ച് ആക്കോട്ടെ. അതുകൊണ്ട് നേരായില്ല. പിന്നെ അത് മൂലക്ക് ഇടും. എനിക്ക് കഴിയില്ല, എനിക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വിടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തുടങ്ങും അതേ തുണി കൊണ്ട്. ഇന്ന് എന്തെന്നറിയില്ല, കുറച്ച് ദിവസമായി ഞാൻ മെഷീൻ അവിടെ തന്നെ വെച്ചിട്ട് ഇന്നലെ ഒരു പെട്ടെന്ന് തോന്നൽ എനിക്കൊരു ടോപ്പ് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഫസ്റ്റ് ഞാൻ ആലിയ കട്ട് ഷോർട്ട്സ് ഇത് എന്താ പറയുക കുർത്തി സ്റ്റിച്ചാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഭയ്യ എനിക്കൊരു മടിയായി, ഇനി അത് ശരിയായില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ കണ്ട എൻ്റെ റൂമിൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ ഫുള്ള് ഉറുമ്പിട്ട എങ്ങനെ വന്നെന്നറിയില്ല. ഐ തിങ്ക് അയ്യാനും എന്തോ ഒരു സാധനം കൊണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വരില്ല, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഓന് തായിരുന്നതിൻ്റെ മാറ്റിൽ ഇരുന്നിട്ട് അവൻ തിന്നൽ ബെഡിലൊന്നും തിന്നില്ല. തിന്നാനേ അങ്ങനെ സമ്മതിക്കില്ല. എന്താ വെച്ചെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ ഓനെ തന്നെ ഉറുമ്പ് കടിച്ചിട്ട് തിന്നും. സോ അതുകൊണ്ട് ഞാൻ എന്താക്കും, ഓന് താഴെ മാറ്റുണ്ടല്ലോ അതിൽ ഇരുത്തിച്ചിട്ട് തിന്നു കേട്ടാ. സോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്നല്ല നമ്മളെ എന്താ പറയുക കുർത്തി ഞാൻ ഫസ്റ്റെല്ലാം ഒരു പ്ലാനില്ല കേട്ടോ. യൂട്യൂബ് നോക്കിയിട്ടാൽ ഒരു അന്താജ് എങ്ങനെ നമ്മൾ പീടികയിൽ പോയിട്ട് നോക്കുന്നുണ്ടാവല്ല ഷോർട്സ് വീഡിയോ എന്ന് പറയുന്നത് ഷോർട്സ് ടോപ്പെല്ലാം. അങ്ങനെ ഞാൻ അത് നോക്കിയിട്ട് ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ സ്റ്റിച്ചാക്കണം അതിലെങ്ങനെ. പക്ഷെ എനിക്കുണ്ടല്ലോ നെക്ക് കട്ടാക്കാൻ നേരെ അറിയില്ല. ആകെ ഉണ്ടല്ല ആ ഒരു കട്ട് അറിയും. പിന്നെ അത് എനിക്ക് എത്ര ആയാലും കൈ ശരിയാകുന്നില്ല. കൈ എങ്ങനെ എന്നെ കൊണ്ട് കട്ടാക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടൊന്നും ഒരു ഐഡിയ ഇല്ല. സോ അതിനെ കൊണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാ. അതിനിടയിൽ ഗൈസ് ഞാൻ എന്താ പറയല് ഡ്രസ്സെല്ലാം മടക്കി വെച്ചു. അതെല്ലാം എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റാർട്ടാക്കുന്നുള്ളത്. ഫസ്റ്റ് ഞാനുണ്ടല്ല കറക്റ്റ് ഞാനിങ്ങനെ നല്ല ടൈം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര തിരക്ക് കട്ടാക്കി സ്റ്റിച്ചാക്കി കൊളായി അത് മൂലക്കിട്ട്. ഇത് ഞാൻ സമാധാനം കട്ടിങ് മൈൻ ഞാൻ ഫോക്കസ് ആക്കിയത്. കട്ടിങ് നല്ല ഭംഗിയിൽ ചെയ്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഇത് വർക്കാവും ഞാൻ വിചാരിച്ചു. അങ്ങനെ നോക്കി മല്ലാക്കിയിട്ട് ഞാൻ ആക്കുന്നില്ല കേട്ടാ. ഇല്ലെങ്കിൽ എൻ്റെ കട്ടിങ് നിങ്ങൾ കണ്ടെങ്കിൽ ഇട്ടും എന്ന് വെച്ചാൽ കട്ടാക്കിയിട്ടായി സ്റ്റിച്ചാക്കിയിട്ടായി. സോ നല്ല സമാധാനത്തിൽ ഇരുന്ന് കട്ടാക്കി. സോ എന്ത് പറയില്ല എന്നെ സ്റ്റിച്ചാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇതാക്കിയിട്ടുള്ളത് കണ്ട. ഞാൻ ക്ലീൻ ആക്കിയിട്ട് വെച്ചത് ഇങ്ങനെ റൂം വേണ്ട അയ്യാൻ വന്നിട്ട് മൊത്തം പരക്കിയിട്ടാ. അങ്ങനെ ഗായ്സ് കണ്ട ഞാൻ അടിച്ചൊക്കെ എടുത്തി എങ്ങനെയുണ്ട് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തെന്നറിയില്ല, പിന്നെ തോന്നി കുറച്ച് ലെങ്ത്ത് കൂട്ടാനായിരുന്നു എന്ന് ഫീലായി. പക്ഷേ ഫസ്റ്റ് അല്ലേ. സോ എന്താ പറയുക എനിക്ക് ഭയങ്കര ഹാപ്പി ഇട്ടാ. കറക്റ്റ് സ്റ്റിച്ച് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിട്ട് ഇത് ഫസ്റ്റ് ടൈം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ കിട്ടിച്ചുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി കഴിച്ചു. പിന്നെ അതിട്ടിട്ട് പൗറാക്കണ്ട, പിന്നെ അതിന് മുകളിൽ പർദ്ദ ഇട്ടിട്ടുണ്ട് വേറെ കാര്യം. സോ അത് ഇട്ടിട്ട് തന്നെ ഞാൻ എന്തൊക്കെ പെട്ടെന്ന് ചെമ്മോ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എന്ത് പറഞ്ഞെങ്കിൽ മദ്രസയിൽ മീലാദിൻ്റെ ഗേൾസിൻ്റെ ഇങ്ങനെ മത്സരം ഉണ്ട് കേട്ടോ. അതിന് ചെമ്മു രാവിലെ പോയി. പിന്നെ ഞാൻ സ്റ്റിച്ചിങ് അതിനെ കൊണ്ട് പോയിട്ടുണ്ടായിട്ടാ. പിന്നെ ചെമ്മു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഗേൾസിൻ്റെതല്ലേ. സോ അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ ഞാൻ എത്തുമ്പോൾ ലാസ്റ്റ് പാട്ടായിരുന്നുണ്ടായത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല ബിരിയാണി ഉണ്ടായി, അതും കഴിച്ചു. നമ്മൾ വേഗം കഴിച്ചത് കൊണ്ടുണ്ടല്ല ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പിന്നെ ചുമ്മുലെ ഫ്രണ്ട്സെല്ലാം ഉണ്ടായി. അങ്ങനെ ചുമ്മാ ഫ്രണ്ട്സിൻ്റെയൊക്കെ പോയി. ഞാൻ ഫാമിലി അടുത്തന്നെ ഇരിക്കുന്നില്ല കേട്ടോ. പിന്നെ കണ്ട ആരും ഇല്ല ബസ്. ഇനി എല്ലാവരും ചോറ് കഴിച്ചിട്ട് വരണത്. ഇനി ഇവരെല്ലാം എപ്പോൾ ചോറ് കഴിച്ചിട്ട് വരണത് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഗോസിപ്പെല്ലാം പറഞ്ഞിട്ട് ഇരുന്ന് ഫാമിലിനൊക്കെ ഇങ്ങനെ എന്തെല്ലാം കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിക്കനും പിന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കുഞ്ഞുങ്ങളതാ പിള്ളമാരതാ ആൺപിള്ളമാരതെന്ന് മനസ്സിലായിട്ടാ. പക്ഷെ മാഷല്ല രണ്ടും വാക്കുകളുണ്ടല്ലേ പാട്ട് പാടിയെന്ന് പറയുക നല്ല രസമായിരുന്നു കേൾക്കാൻ. ഇങ്ങനെ കളപ്പിലാന്ന് കേട്ടാ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് രസം കേട്ടാ. ഇതാണ് നമ്മളെ ദീപിൻ്റെ പ്രസംഗം കേട്ടാ. ദീപിൻ്റെ മാത്രം ഇങ്ങനെ ഇട്ട് കാര്യം വെച്ച് ബാക്കിയുള്ളവർ ഇത് എടുക്കുന്നത് ശരിയല്ലല്ലോ. സോ അതെല്ലാം എടുത്തിട്ടാട്ടാ.
അങ്ങനെ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് അവർക്കെല്ലാം എന്താ പറയല് പ്രൈസെല്ലാം കിട്ടി. അത് കണ്ടിട്ട് ബേജാറായിട്ട് ഞാനും ചുമ്മാ താത്ത പറഞ്ഞിട്ടുള്ള നേരെ മജ്ലിസിൽ വന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കറങ്ങുമ്പോൾ പോയി എടുക്കണം എന്നല്ല, അല്ലാന്ന് നമ്മ അത്രക്കാരനും നൽകിയില്ലേ. അങ്ങനെ നമ്മുടെ ഈ ഒരു ഐസ് വാങ്ങാൻ ബോയ്സ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഐസും വാങ്ങിയിട്ട് എന്താ പറയുക സമ്മാനം കിട്ടാത്ത വിഷമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറാക്കിയിട്ട് എന്താ പറയുക ഓളെ ഐസ് ഞാനും തിന്ന് എൻ്റെ ഐസ് ഓളും തിന്ന് അങ്ങനെ നമ്മൾ രണ്ടാളും നടന്നിട്ട് പെരക്കെത്തി. അപ്പോൾ എന്താ പറയല് ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണൂട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ കുറേ സപ്പോർട്ട് ഉണ്ട്. ലൈക്കും കമൻറ്റും അത് മറക്കല്ലേ. അപ്പോൾ